ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ തിരികിയതാണ്. അതൊരു മിക്സിയുടെ ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു ചോപ്പറിലേക്കോ ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളിയും 3 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ട് പറ്റും. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് 2-3 പൾസ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ലോ ഹീറ്റിൽ വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഹൈ ഹീറ്റിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു പോകും, ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ. 1-2 മിനിറ്റ് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ചെറിയ വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 10-20 വെണ്ടയ്ക്ക ഉണ്ട്. അപ്പോൾ വലുതാണെങ്കിൽ ഒരു 10-15 മതിയാവും. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒട്ടും വെള്ളമില്ലാതെ ഇതിന് തുടച്ചെടുക്കണം. ഒരു ടിഷ്യൂ കൊണ്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് നീളത്തിലാണ് ഇത് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് അരിഞ്ഞെടുക്കാം. തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കരുത്. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ വെണ്ടയ്ക്കയും അരിഞ്ഞെടുക്കാം. മൂത്തുപോയ വെണ്ടയ്ക്ക എടുക്കരുത്, അപ്പോൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ടയ്ക്കയാണ്. ഈ ഒരു രീതിയിൽ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുളി വേണം. ഞാൻ വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പ് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 10-15 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. ഞാനത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 5-6 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ചേർത്ത് കുറച്ച് സമയം ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കായും ചെറിയുള്ളിയും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു 1-2 മിനിറ്റ് ഈ വെണ്ടയ്ക്കായും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പുളിയില്ലാതെ പുളിയുടെ വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ വെണ്ടയ്ക്കയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. വെണ്ടയ്ക്ക ഫുള്ളായിട്ട് കുക്കായി വരുന്നത് വരെ ഇതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വെണ്ടയ്ക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്ത ഉലുവാപ്പൊടിയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.